ഈ ക്ലാസ്സിൽ കൊണ്ടുവന്നത്. നല്ല നല്ല രസമുള്ള ഫുഡായിരുന്നു. നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് അവർ അതാത് പ്രദേശത്തെ ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മുറുക്കെന്നാ പറയുന്നത്, മുറുക്ക്. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ഇത് ഈ ടേബിളിന്റെ പ്രത്യേകത കണ്ടോ, നമുക്ക് നടക്കുന്ന രീതിയില അല്ലെ, നടക്കാം. നടക്കുന്ന രീതിയില. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു യു പി ഒക്കെ നമ്മൾ എത്തിയിട്ടോ. യു പി എത്തി, കാരണം മയിലൊക്കെ കണ്ടില്ലേ, നല്ല സ്പീഡ് ഉണ്ട്. 160 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകുന്നു വന്ദേ ഭാരത്. സെമി ഹൈ സ്പീഡ് ട്രെയിൻ അല്ലേ, അത്രയും സ്പീഡിലൊന്നും നമ്മൾ സാധാരണ ട്രെയിൻ പോകാറില്ല. പക്ഷെ പെട്ടെന്ന് എത്തിയല്ലേ, 6 മണിക്കൂറത്തെ യാത്ര 3 മണിക്കൂർ ഇത്രയും ചുരുങ്ങിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട്. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടുകൂടാ, ആ പ്രദേശങ്ങളൊക്കെ നോക്കിക്കേ, മൊത്തം ആ ഒരു വയല്, ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്ന അതിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ശരിക്കും കെട്ടിടം ഫാക്ടറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നല്ല രസമുണ്ട്. നമുക്ക് വിഷ്വലാണ്, നമുക്ക് വന്ദേ ഭാരതിൽ നമുക്ക് നോക്കിയിട്ട് പോകാൻ പറ്റും. കംഫർട്ടബിൾ ആയ യാത്ര, AC ആണ്, സീറ്റ് നമുക്ക് കംഫർട്ടബിൾ ആണ്, നമുക്ക് ഇത് സുഖമായിട്ട് കാഴ്ച വേണ്ടി നമുക്ക് കാണാൻ കയറ്റായിട്ട് പോവാം. ഫുൾ AC ആണ് വന്ദേ ഭാരത് അല്ലേ? ഫുൾ AC ആണ്, എല്ലാ കോച്ചും AC അല്ലേ. പുറത്തെ വിഷ്വൽസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡോർ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഡോർ. അതിനൊരു കാര്യമുണ്ട്, സാധാരണ ഗതിയിൽ നമുക്ക് ഓടി പഠിച്ച് കയറാം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്താലും, വന്ദേ ഭാരത് അതിന് മുമ്പേ സ്റ്റോപ്പ് ആകും. അല്ല, നമുക്ക് ഓടി പിടിച്ച് കയറാൻ പറ്റില്ല. ട്രെയിൻ എടുത്താൽ ട്രെയിൻ പോയി, ട്രെയിൻ നിർത്തിയ സമയത്ത് നമ്മൾ കയറണം, ഇല്ലെങ്കിൽ ഡോർ ലോക്ക് ആയാൽ ലോക്ക് തുറക്കത്തൊന്നുമില്ല. നമ്മൾ സാധാരണ ട്രെയിൻ പോലെയല്ല. ഈ ഉത്തർപ്രദേശിലെ പാടങ്ങളൊക്കെ കാണാനായിട്ടൊരു നല്ലൊരു കാഴ്ചയല്ലേ. നമുക്ക് ഇവിടെ ഇത്രയും വിശദമായിട്ട് കാണാൻ പറ്റില്ല, ഇത്രയും ഏരിയയിൽ ഇങ്ങനെ കവർ ചെയ്ത് കേരളത്തിൽ കാണാനില്ല. പക്ഷെ ഇതൊക്കെ ജനങ്ങളെ, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ പോറ്റുന്ന പാടങ്ങളാണ് ഇതൊക്കെ. ട്രെയിൻ ഇപ്പൊ പയ്യെ സ്ലോ ആയി സ്റ്റേഷനെത്താറാകുമ്പോഴത്തേക്കും. പക്ഷെ ഇത് ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ജെർക്കിങ്ങോ അല്ലെങ്കിൽ ആ ഒരു എന്താ, നമുക്ക് സാധാരണ ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ അങ്കലാപ്പ് ഉണ്ടാകുന്ന പോലെ ഒരു ഫീലിംഗേ ഇല്ല അല്ലേ? അതുണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സാങ്കേതികവിദ്യ, കവചെന്ന സാങ്കേതികവിദ്യ നമ്മുടെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ട്രെയിൻ കൊളീഷൻ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതെ, എന്തായാലും ഒരു സേഫ് യാത്രയാണ് വന്ദേ ഭാരത്. അത് മാത്രമല്ല ആനന്ദദായകരമായ യാത്രയാണ് അല്ലെ? അതെ, ഉറപ്പായിട്ടും അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും വന്ദേ ഭാരതിൽ കയറണം. ആ ഒരു യാത്രാനുഭവം നമുക്ക് സാധാരണ ട്രെയിൻ യൂസ് ചെയ്തിട്ട് ഇത്ര നല്ല ട്രെയിൻ നമ്മുടെ കേരളത്തിൽ കൂടെ ഇന്ത്യ കൂടെ ഓടുന്നുണ്ട്, നമുക്ക് ഒരു ഫീൽ കിട്ടും. ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു ട്രെയിൻ സംവിധാനമാണ് വന്ദേ ഭാരത്.